ഹലോ ഫ്രണ്ട്സ്, ഞാനിന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് കണ്ണൂർ യൂണിവേഴ്സിറ്റി 4th സെം മാനേജ്മെൻറ്റ് ഓഫ് കോപ്പറേറ്റീവ്സിലുള്ള കിസാൻ ക്രെഡിറ്റ് കാർഡ് സ്കീം, ലീഡ് ബാങ്ക് സ്കീം, സർവീസ് ഏരിയ അപ്രോച്ച് ടു റൂറൽ ലെൻഡിംഗ് എന്നീ ടോപ്പിക്കുകളാണ്. ഫസ്റ്റ്, കിസാൻ ക്രെഡിറ്റ് കാർഡ് സ്കീം. Kisan Credit Card Scheme was introduced in 1998-1999 to provide better access to short-term institutional credit to farmers. കിസാൻ ക്രെഡിറ്റ് കാർഡ് സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്തത് 1998-1999 കാലഘട്ടത്തിലാണ്. അത് പ്രൊവൈഡ് ബെറ്റർ ആക്സസ്, അതായത് ഈ കിസാൻ ക്രെഡിറ്റ് കാർഡ് സ്കീം എന്തിനാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തതെന്ന് വെച്ചാൽ കർഷകർക്ക് ഷോർട്ട് ടേം ആയിട്ട് ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്രെഡിറ്റ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൻ്റെ മെയിനായിട്ടുള്ള ഫ്യൂച്ചേഴ്സ് എന്ന് നമുക്ക് നോക്കാം. ദ സാലിയൻ ഫ്യൂച്ചേഴ്സ് ഓഫ് ദി സ്കീംസ്. ഫാമേഴ്സ് എലിജിബിൾ ഫോർ പ്രൊഡക്ഷൻ ക്രെഡിറ്റ് ഓഫ് ₹5,000 ഓർ മോർ ആർ എലിജിബിൾ ഫോർ ഇഷ്യൂ ഓഫ് കിസാൻ ക്രെഡിറ്റ് കാർഡ്. പ്രൊഡക്ഷൻ ക്രെഡിറ്റ് 5,000 അതിൽ മുകളിലോ കിട്ടുന്ന ആൾക്കാർക്ക് കിസാൻ ക്രെഡിറ്റ് കാർഡ് സ്കീമും ഇഷ്യൂ ചെയ്യാവുന്നതാണ്. എലിജിബിൾ ഫാമേഴ്സ് ആർ ടു ബി പ്രൊവൈഡഡ് വിത്ത് എ കിസാൻ കാർഡ് ആൻഡ് പാസ്ബുക്ക് ഓർ കാർഡ് കം പാസ്ബുക്ക്. അർഹരായിട്ടുള്ള ഫാമേഴ്സിന് കിസാൻ കാർഡോ അല്ലെങ്കിൽ പാസ്ബുക്കോ അല്ലെങ്കിൽ കാർഡ് കം പാസ്ബുക്കോ പ്രൊവൈഡ് ചെയ്യണം. ദർ ഈസ് എ പ്രൊവിഷൻ ഓഫ് റിവോൾവിംഗ് ക്യാഷ് ക്രെഡിറ്റ് ഫെസിലിറ്റി ഇൻവോൾവിംഗ് എനി നമ്പർ ഓഫ് ഡ്രോവൽസ് ആൻഡ് റീപേയ്മെൻറ്റ് വിത്തിൻ ദ ലിമിറ്റ്. ക്രെഡിറ്റ് ഫെസിലിറ്റിയിൽ ഇൻവോൾവ് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് എത്ര വേണമെങ്കിലും വിത്ത്ഡ്രോ ചെയ്യുകയും അത് റീപേ ചെയ്യുകയും ചെയ്യാവുന്നതാണ്. Entire production credit needs for full year plus ancillary activities related to crop production are to be considered while fixing the limit. എൻറ്റയർ പ്രൊഡക്ഷൻ ആവശ്യമായിട്ടുള്ള ക്രെഡിറ്റും ഒരു ഇയറിലേക്ക് അതിൻ്റെ കൂടെ അതിന് കീഴിലായിട്ടുള്ള മറ്റു ആക്ടിവിറ്റീസിന് വേണ്ടതും എല്ലാം കൂടി കൺസിഡർ ചെയ്തിട്ടായിരിക്കും ലിമിറ്റ് ഫിക്സ് ചെയ്യുന്നത്. ലിമിറ്റ് വിൽ ബി ഫിക്സഡ് ഓൺ ദി ബേസിസ് ഓഫ് ഓപ്പറേഷണൽ ലാൻഡ് ഹോൾഡിംഗ്, ക്രോപ്പ് പാറ്റേൺ ആൻഡ് സ്കെയിൽ ഓഫ് ഫിനാൻസ്. അതുപോലെ ലിമിറ്റ് ഫിക്സ് ചെയ്യുന്നത് ഓപ്പറേഷണൽ ലാൻഡ് ഹോൾഡിങ്ങിൻ്റെയും ക്രോപ്പിൻ്റെ പാറ്റേണും അതേപോലെ തന്നെ സ്കെയിൽ ഓഫ് ഫിനാൻസിനും അനുസരിച്ചിട്ടായിരിക്കും. സബ്ലിമിറ്റ്സ് മേ ബി ഫിക്സഡ് അറ്റ് ദ ഡിസ്ക്രിഷൻ ഓഫ് ബാങ്ക്സ്. സബ്ലിമിറ്റ് ഫിക്സ് ചെയ്യുന്നത് ബാങ്കിൻ്റെ ഡിസ്ക്രിഷൻ അനുസരിച്ചിട്ടായിരിക്കും. കാർഡ് വിൽ ബി വാലിഡ് ഫോർ 3 years സബ്ജക്റ്റ് ടു ആനുവൽ റിവ്യൂ. റിവ്യൂ ചെയ്തിട്ട് ഉള്ള വർഷം മുതലുള്ള 3 വർഷം വരെയായിരിക്കും കാർഡിന് വാലിഡ് ഉണ്ടാവുള്ളൂ. ഈച്ച് ഡ്രോവൽ ഹാസ് ടു ബി റീപെയ്ഡ് വിത്തിൻ 12 months. ഓരോരോ പ്രാവശ്യം വിത്ത്ഡ്രോ ചെയ്യുന്ന എമൗണ്ടും 12 monthsനുള്ളിൽ നമ്മൾ റീപേ ചെയ്യണം. Conversion of loans are also permissible in case of damage of crops due to natural calamities. കൺവേർഷൻ അല്ലെങ്കിൽ റീഷെഡ്യൂൾമെൻറ്റ് ഓഫ് ലോൺസ് എന്താണ് സമ്മതിക്കുന്നതാണ്. ഇൻ കേസ് ഓഫ് ഡാമേജ് ക്രോപ്സ് ഡാമേജ് ആയാൽ ഡ്യൂ ടു നാച്ചുറൽ കലാമിറ്റീസ്. ആസ് ഇൻസെൻറ്റീവ് ഫോർ ഗുഡ് പെർഫോമൻസ് ക്രെഡിറ്റ് ലിമിറ്റ് ക്യാൻ ബി ഇൻക്രീസ്ഡ്. ക്രെഡിറ്റിൻ്റെ ലിമിറ്റ് ഇൻക്രീസ് ചെയ്യും. ഗുഡ് പെർഫോമൻസ്, നമ്മൾ ചെയ്യുന്ന പെർഫോമൻസ് ഗുഡാണെങ്കിൽ ക്രെഡിറ്റിൻ്റെ ലിമിറ്റും എന്ത് ചെയ്യാൻ വർദ്ധിക്കും. സെക്യൂരിറ്റി മാർജിൻ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വിൽ ബി ആസ് പെർ RBI നോംസ്. അവിടെയുള്ള സെക്യൂരിറ്റിയും മാർജിനും അതേപോലെ തന്നെ ഇൻട്രസ്റ്റ് റേറ്റും RBIൻ്റെ നിയമപ്രകാരമായിരിക്കും. ഓപ്പറേഷൻസ് മേ ബി ത്രൂ ഇഷ്യൂയിങ് ബ്രാഞ്ച് ഓർ അറ്റ് ദ ഡിസ്ക്രിഷൻ ഓഫ് ബാങ്ക് ത്രൂ അതർ ഡിസിഗ്നേറ്റഡ് ബ്രാഞ്ചസ്. അവിടെയുള്ള ഓപ്പറേഷൻസ് ഇഷ്യൂ ചെയ്യുന്ന ബ്രാഞ്ചോ അല്ലെങ്കിൽ മറ്റുള്ള ഡിസ്ക്രിഷൻ ഓഫ് ബാങ്ക്സോ അല്ലെങ്കിൽ അതർ ഡിസിഗ്നേറ്റഡ് ബ്രാഞ്ചസ്, അതേ ബാങ്കിൻ്റെ മറ്റുള്ള ഡിസിഗ്നേറ്റഡ് ബ്രാഞ്ചസോ ആയിരിക്കും ഓപ്പറേഷൻസ് ഏറ്റെടുക്കുന്നത്. Withdrawals will be through slips or checks accompanied by card and passbook. ഇത് ഈ ക്രെഡിറ്റ് കാർഡ് നമ്മൾ ഈ ക്രെഡിറ്റ് വിത്ത്ഡ്രോ ചെയ്യുന്നത് സ്ലിപ്സോ അല്ലെങ്കിൽ ചെക്സിനോ അല്ലെങ്കിൽ അതിൻ്റെ ഒരുമിച്ചിട്ടുള്ള ഇതുകൊണ്ടായിരിക്കും. നെക്സ്റ്റ്, ലീഡ് ബാങ്ക് സ്കീം. ദ ലീഡ് ബാങ്ക് സ്കീം ഈസ് എ റീസെൻറ്റ് ഇന്നോവേഷൻ ഇൻ ദ ബാങ്കിങ് സെക്ടർ. ലീഡ് ബാങ്ക് സ്കീം എന്ന് പറയുന്നത് പുതുതായിട്ട് ബാങ്കിങ് സെക്ടറിൽ വന്നിട്ടുള്ള ഒരു സ്കീമാണ്. ആൻഡ് ഇറ്റ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദ വേക്ക് ഓഫ് നാഷണലൈസേഷൻ ഓഫ് ബാങ്ക്സ്. ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് നാഷണലൈസേഷൻ ഓഫ് ബാങ്ക്സിൻ്റെ കാലഘട്ടത്തിലാണ്. ഇത് എക്സ്റ്റൻഷൻ ഓഫ് ബാങ്കിങ് ടു ദ റൂറൽ ഏരിയാസ്. ഇതിൻ്റെ മെയിൻ എയിം എന്താണെന്ന് വെച്ചാൽ റൂറൽ ഏരിയാസിലെ ബാങ്കിങ് ആക്ടിവിറ്റീസ് കൊണ്ടുവരാം. It was formulated and implemented with the concurrence of Reserve Bank of India. ലീഡ് ബാങ്ക് സ്കീം ഫോർമുലേറ്റ് ചെയ്തതും ഇംപ്ലിമെൻറ്റ് ചെയ്തതും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സമ്മതപ്രകാരമാണ്. ദ സ്കീം ഈസ് ഇംപ്ലിമെൻറ്റഡ് ത്രൂ ദി പബ്ലിക് സെക്ടർ ബാങ്ക്സ്. ഈ സ്കീം ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് പബ്ലിക് സെക്ടർ ബാങ്കിലൂടെയാണ്. Basic aim of the lead bank scheme is that an individual bank should adopt a particular district for its intensive development.
ലീഡ് ബാങ്ക് സ്കീമിൻ്റെ ബേസിക് എയിം എന്താണെന്ന് വെച്ചാൽ ഓരോരോ ഇൻഡിവിജ്വൽ ബാങ്ക്സും ഓരോരോ പെർട്ടിക്കുലർ ഡിസ്ട്രിക്റ്റിൻ്റെ കീഴിലായിട്ട് ആയിരിക്കണം. എന്തിനാന്ന് വെച്ചാൽ ഡെവലപ്പ് ചെയ്യാൻ, നമ്മളെ ഡിസ്ട്രിക്റ്റ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ദ ലീഡ് ബാങ്ക് ഈസ് എക്സ്പെക്റ്റഡ് ടു ആക്ട് ആസ് എ ലീഡർ ടു ബ്രിങ് അബൌട്ട് കോർഡിനേഷൻ ഓഫ് കോപ്പറേറ്റീവ് ബാങ്ക്സ് ആൻഡ് അതർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻ ദ ഡിസ്ട്രിക്റ്റ് ഫോർ ദ ഡെവലപ്മെൻറ്റ് ഓഫ് ഡിസ്ട്രിക്റ്റ്. ലീഡ് ബാങ്ക് ആക്ട് ആസ് എ ലീഡർ, അതായത് ലീഡ് ബാങ്ക് ഒരു ലീഡറായിട്ട് ആക്ട് ചെയ്തിട്ട് കോപ്പറേറ്റീവ് ബാങ്ക്സിനെയും മറ്റുള്ള ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയും ഒപ്പരം കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകും. അതെന്തിനാന്ന് വെച്ചാൽ ഓരോരോ ഡിസ്ട്രിക്റ്റിനെയും ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് ഓരോരോ ഡിസ്ട്രിക്റ്റിലുള്ള ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും കോപ്പറേറ്റീവ് ബാങ്ക്സിനെയും ഒരുമിച്ച് കൊണ്ടുവന്നിട്ട് ആ ഡിസ്ട്രിക്റ്റിനെ ഡെവലപ്പ് ചെയ്യുന്നതാണ് ആര്? ലീഡ് ബാങ്ക് സ്കീം. നെക്സ്റ്റ് ടോപ്പിക് സർവീസ് ഏരിയ അപ്രോച്ച് ടു റൂറൽ ലെൻഡിങ്. സർവീസ് ഏരിയ അപ്രോച്ച് ടു റൂറൽ ലെൻഡിങ് ഈസ് എ ന്യൂ സ്ട്രാറ്റജി ഫോർ റൂറൽ ഡെവലപ്മെൻറ്റ്. അപ്പോൾ ലീഡ് ബാങ്ക് സ്കീമിനെ പോലെ തന്നെ റൂറൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു ന്യൂ സ്ട്രാറ്റജിയാണ് സർവീസ് ഏരിയ അപ്രോച്ച് ടു റൂറൽ ലെൻഡിങ്ങും. Seminar on rural lending institutions was organized by the RBI on 9th and 10th January 1988 in Bombay. RBI 9th and 10th ജാനുവരിയിൽ റൂറൽ ലെൻഡിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് വേണ്ടിയിട്ട് ഒരു സെമിനാർ ബോംബെയിൽ ഓർഗനൈസ് ചെയ്തു. ദി ഫോക്കസ് ഓഫ് സെമിനാർ വാസ് ഓൺ ഡിവൈസിങ് സ്ട്രാറ്റജീസ്. മെയിൻ ഫോക്കസ് ഓഫ് സെമിനാർ എന്താണെന്ന് വെച്ചാൽ പുതുതായിട്ടുള്ള പദ്ധതി കൊണ്ടുവരിക. ടു ഒപ്റ്റിമൈസ് ദി പ്രൊഡക്ടിവിറ്റി ഓഫ് റൂറൽ ലെൻഡിങ് ഓഫ് ബാങ്ക്സ് ഇൻ ദി കോണ്ടെക്സ്റ്റ് ഓഫ് ദിയർ സബ്സ്റ്റാൻഷ്യൽ ഇൻവോൾവ്മെൻറ്റ് ഇൻ റൂറൽ ക്രെഡിറ്റ്. അവരുടെ പ്രൊഡക്ടിവിറ്റി ഓഫ് റൂറൽ ലെൻഡിങ് ഒപ്റ്റിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് അവരുടെ ഇൻവോൾവ്മെൻറ്റ് ഇൻ റൂറൽ ക്രെഡിറ്റും അതേപോലെ തന്നെ അവരുടെ എക്സ്പെക്റ്റഡ് ഗ്രോത്തും ഇൻ കമ്മിങ് ഇയേഴ്സിലുള്ള അവരുടെ ഇൻവോൾവ്മെൻറ്റും എല്ലാം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്കീം കൊണ്ടുവന്നത്. The seminar was attended by the chairman and MDs of public sector bank and senior executives of the government of India. അപ്പോൾ സെമിനാർ അറ്റൻഡ് ചെയ്ത് വന്നത് ചെയർമാനും അതേപോലെ തന്നെ പബ്ലിക് സെക്ടർ ബാങ്ക്സിൻ്റെ MDസും അതേപോലെ സീനിയർ എക്സിക്യൂട്ടീവ്സ് ഓഫ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുമാണ്. Several suggestions were made at the seminar for revamping the rural credit delivery system with a view to improving the quality of lending and ensuring that the bank credit was used in increasing productivity and income levels of rural people. അപ്പോൾ അവിടെ ഈ ഒരു സെമിനാറിൽ കുറേ സജഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതിലുള്ള സജഷനിൽ പെട്ടതാണ് ഒന്നാം നവീകരിക്കുക, അതായത് റൂറൽ ക്രെഡിറ്റ് ഡെലിവറി സിസ്റ്റത്തിനെ നവീകരിക്കുക. അങ്ങനെ വന്നാൽ അത് നമുക്ക് ലെൻഡിങ് ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യുക. അതിലൂടെ ബാങ്ക് ക്രെഡിറ്റിനെ നമുക്ക് എന്ത് ചെയ്യുക, എൻഷ്യൂർ ചെയ്യുക. ഈ ബാങ്ക് ക്രെഡിറ്റ് ഇൻക്രീസിങ് പ്രൊഡക്ഷൻ, അത് നമുക്ക് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യാനും അതേപോലെ തന്നെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാനും അതിലൂടെ റൂറൽ പീപ്പിൾസിൻ്റെ ഇൻകം ലെവൽ ഇൻക്രീസ് ചെയ്യുന്നുണ്ടെന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യുക, എൻഷ്യൂർ ചെയ്യുക. അപ്പം ഇങ്ങനെ ഒരു റൂറൽ ക്രെഡിറ്റ് പ്രൊവൈഡ് ചെയ്താൽ അത് പ്രൊഡക്ഷനും പ്രൊഡക്ടിവിറ്റിയും അതേപോലെ തന്നെ റൂറൽ ഏരിയാസിലുള്ള പീപ്പിൾസിന് ഇൻകം ഇൻക്രീസ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്ന് ഉള്ള സജഷൻസ് കുറേ ആൾക്കാർ കൊണ്ടുവന്നിട്ടുണ്ട്. In order to understand the detail of service area approach, it is necessary to go through the circular issued by the RBI. അപ്പോൾ ഈ ഒരു സെമിനാറിനെ പറ്റിയിട്ടുള്ള കൂടുതൽ ഇൻഫർമേഷൻസ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് RBI ഇഷ്യൂ ചെയ്തിട്ടുള്ള ഒരു സർക്കുലർ നോക്കാം. അപ്പോൾ അതിൻ്റെ മെയിൻ പോയിൻറ്റ്സ് ആണ്: identification of service area for each bank, survey of the village in the service area, preparation of credit plans, coordination between credit institution and field level development agencies, and continuous system of monitoring the progress in the implementation of the plans and individual schemes. നമുക്ക് ഓരോന്നായിട്ട് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് വൺ, ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് സർവീസ് ഏരിയ ഓർ അലൊക്കേഷൻ ഓഫ് സർവീസ് ഏരിയ. Specific area will have to be allotted to all the rural and semi-urban branches of commercial bank and regional rural bank. ഓരോരോ റൂറലിലോ അതേപോലെ തന്നെ സെമി അർബൻ ബ്രാഞ്ചസിനോ ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക്സോ അല്ലെങ്കിൽ റീജിയണൽ റൂറൽ ബാങ്ക്സോ ഇതിനൊക്കെ ഓരോരോ സ്പെസിഫിക് ഏരിയാസ് അലോട്ട് ചെയ്യണം. In an average, 15 to 25 villages will be the service area of each branch. ആവറേജ് ആയിട്ട് 15 to 25 വില്ലേജസിനും സർവീസ് ഏരിയ ഉണ്ട്. ഓരോരോ ബ്രാഞ്ചിൻ്റെയും സർവീസസ് ഏരിയ ഉണ്ട്. Proximity to the branch and the contiguity of villages will be the main criteria in allotting villages to a branch. അപ്പോൾ ഓരോരോ ബ്രാഞ്ചിനും വില്ലേജ് അലോട്ട് ചെയ്യുന്നത് ബ്രാഞ്ചിൻ്റെ കണ്ടിന്യൂറ്റി ഓഫ് വില്ലേജസും ആയിരിക്കും.
ബ്രാഞ്ചും അതേപോലെ തന്നെ വില്ലേജസിൻ്റെ സഹായത്തോടു കൂടിയായിരിക്കും ഓരോരു ബ്രാഞ്ച് ഓരോരു വില്ലേജിൽ അലോട്ട് ചെയ്യുന്നത്. Next, survey of village. After the allotment of the village to a branch for service area approach, the branch manager should conduct a detailed survey regarding the type of economic activities, undertaking new activities, the skills of the rural families to take up different activities, and the coverage of rural families by credit institutions operating in the area. അപ്പോൾ നമുക്കൊരു വില്ലേജിൽ ഒരു സ്ഥലം അലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബ്രാഞ്ചിൽ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ബ്രാഞ്ച് മാനേജർ അവിടെ ഒരു ഡീറ്റെയിൽഡ് സർവേ കണ്ടക്ട് ചെയ്യണം. ആ ഡീറ്റെയിൽഡ് സർവേ എന്തിനാന്ന് വെച്ചാൽ അവിടെയുള്ള എക്കണോമിക് ആക്ടിവിറ്റീസും അവിടെ വരാൻ പോകുന്ന പുതിയ ആക്ടിവിറ്റീസും അവിടെയുള്ള റൂറൽ ഫാമിലീസിൻ്റെ സ്കിൽസും അതുപോലെ തന്നെ അവരുടെ ഒരു കവറേജ് ആ റൂറൽ ഫാമിലീസിൻ്റെ ക്രെഡിറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഓപ്പറേഷൻസും എല്ലാം കൊണ്ട് അവർക്ക് എന്തൊക്കെയാണ് അവിടെ മോശമായിട്ട് എന്തെങ്കിലും പറ്റുമോ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം സർവേ ചെയ്യണം. The survey should also cover infrastructure facilities available in the area and those required to be developed to support bank credit. അതുപോലെ തന്നെ അവിടെയുള്ള ഇൻഫ്രാസ്ട്രക്ചറൽ ഫെസിലിറ്റീസിൻ്റെ പറ്റിയിട്ടും അതുപോലെ തന്നെ അവിടെ എന്തൊക്കെ പുതുതായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് ആണ് ആവശ്യമെന്നും മനസ്സിലാക്കണം. അടുത്തത് പ്രിപ്പറേഷൻ ഓഫ് ക്രെഡിറ്റ് പ്ലാൻസ്. The next stage is the preparation of annual credit plan for development of credit in each village in the service area by the branch manager in a phased manner. അപ്പോൾ നെക്സ്റ്റ് സ്റ്റേജ് എന്താണെന്ന് വെച്ചാൽ ഒരു ആനുവൽ ക്രെഡിറ്റ് പ്ലാൻ ഡെവലപ്പ് ചെയ്യാം. അവിടെയുള്ള വില്ലേജസിൻ്റെ ആൾക്കാരെ സർവേ ചെയ്തതിന് ശേഷം അവിടെ നല്ല ഒരു ബെറ്റർ ക്രെഡിറ്റ് പ്ലാൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അത് ക്രിയേറ്റ് ചെയ്യേണ്ടത് ബ്രാഞ്ച് മാനേജറാണ്. The annual credit plan should reflect the potentialities and the need of the service area. ഈ ആനുവൽ ക്രെഡിറ്റ് പ്ലാനിൽ നമുക്ക് അവിടെയുള്ള പൊട്ടൻഷ്യാലിറ്റീസും അതേപോലെ തന്നെ ഒരു സർവീസ് ഏരിയൻ്റെ നീഡും എല്ലാം നമ്മൾ വ്യക്തമാക്കണം. The branch manager should take note of the lending programs of PACS while finalizing their own credit plans. ലെൻഡിങ് പ്രോഗ്രാംസ് ആയിട്ടുള്ള PACSO അല്ലെങ്കിൽ PLDO എല്ലാം നമ്മൾ നോക്കണം നമ്മളുടെ ക്രെഡിറ്റ് പ്ലാൻസ് ഫൈനലൈസ് ചെയ്തതിന് മുമ്പ്. They should also obtain a list of borrowers from PACS or PLBBs to ensure their double finance is avoid. അതുപോലെ തന്നെ നമ്മൾ ബോറോവേഴ്സിൻ്റെ ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യണം. എന്തിനാന്ന് വെച്ചാൽ ഡബിൾ ഫിനാൻസിങ് അവോയ്ഡ് ചെയ്യാൻ. Coordination and monitoring. As coordination among the banks and with block official is essential, block level bankers committee should be constituted. അപ്പോൾ ബാങ്ക്സും അതുപോലെ തന്നെ അവിടെയുള്ള ബ്ലോക്ക് ഒഫീഷ്യൽസും തമ്മിൽ ഒരു കോർഡിനേഷൻ ഉണ്ടായിരിക്കണം. അങ്ങനെ ഒരു കോർഡിനേഷനിലൂടെ ബ്ലോക്ക് ലെവൽ ബാങ്കേഴ്സ് കമ്മിറ്റി എന്ത് ചെയ്യാം, രൂപീകരിക്കാം. ഓൾ ദി ബാങ്ക്സ് ഓപ്പറേറ്റിംഗ് ഇൻ ദി ബ്ലോക്ക് ഇൻക്ലൂഡിംഗ് ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക് ആൻഡ് RRB വിൽ ബി ദ മെമ്പർ ഓഫ് ദി കമ്മിറ്റി. എല്ലാ ബാങ്ക്സും ആ ബ്ലോക്കിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന എല്ലാ ബാങ്ക്സും അതുപോലെ തന്നെ ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക്സും RRBയും എല്ലാം ഈ കമ്മിറ്റീൻ്റെ അംഗങ്ങളായിരിക്കും. The BDO and other technical staff in the block such as Extension Office of Agriculture, Corporation and Industries will also be its members. The function of the committee will be as follows. അപ്പോൾ ബാങ്കേഴ്സ് കമ്മിറ്റീൻ്റെ ഫങ്ഷൻസ് ആയിട്ട് വരുന്നത് ടു ഡിസ്കസ് ദി ആക്ഷൻ പ്ലാൻ ഓഫ് ഡിഫറെൻറ്റ് ബാങ്ക് ബ്രാഞ്ചസ് ആൻഡ് ദെയർ അഗ്രിഗേഷൻ ഇൻ ടു ബ്ലോക്ക് ക്രെഡിറ്റ് പ്ലാൻ. ഓരോരോ ഡിഫറെൻറ്റ് ബാങ്ക്സിൻ്റെ ബ്രാഞ്ചസിലുള്ളയും ആക്ഷൻ പ്ലാൻസ് നമ്മളവിടെ ഡിസ്കസ് ചെയ്യും. അതിലൂടെ ഒരു ബ്ലോക്ക് ക്രെഡിറ്റ് പ്ലാൻ രൂപീകരിക്കാം. ടു കൺസിഡർ ഓപ്പറേഷണൽ പ്രോബ്ലം ഇൻ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ദി ക്രെഡിറ്റ് പ്രോഗ്രാംസ് ഓഫ് ബാങ്ക്സ് പെർട്ടിക്കുലർ ഇൻ റിഗാർഡ് ടു എൻഷ്യൂർ അവൈലബിലിറ്റി ഓഫ് ഇൻപുട്സ് ആൻഡ് ലിങ്കേജസ്. അതുപോലെ ഓപ്പറേഷണൽ പ്രോബ്ലംസ് ആയിട്ടുള്ള ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ദി ക്രെഡിറ്റ് പ്രോഗ്രാംസ് ഓഫ് ബാങ്ക്സ് പെർട്ടിക്കുലർലി ഇൻ റിഗാർഡ് ടു എൻഷ്യൂറിങ് അവൈലബിലിറ്റി ഓഫ് ഇൻപുട്ട് ആൻഡ് ലിങ്കേജസ്. ഇൻപുട്ടിൻ്റെയും ലിങ്കേജസിൻ്റെയും അവൈലബിലിറ്റിയിൽ എൻഷ്യൂർ വരുത്താൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു കമ്മിറ്റി ഹെൽപ്പ് ചെയ്യും. ടു റിവ്യൂ ദി ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ഗവൺമെൻറ് സ്പോൺസേർഡ് സ്കീം ദാറ്റ് ഈസ് IRDP, SEEUY ആൻഡ് SEPUP. അതേപോലെ ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുള്ള സ്കീംസ് ആയിട്ടുള്ള IRDPയും CUYയും SEPUPയും ഒക്കെ നമുക്ക് റിവ്യൂ ചെയ്യാൻ പറ്റും. അത് ഇംപ്ലിമെൻറ്റേഷൻ ചെയ്യാനും സാധിക്കും. To review the implementation of block credit plan and provision of other input required so that bank credit become more productive. അതുപോലെ ബ്ലോക്ക് ക്രെഡിറ്റ് പ്ലാൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ റിവ്യൂ ചെയ്യാനും അതിലൂടെ ഉണ്ടാവുന്ന നേട്ടങ്ങളും പിന്നെ അതിലെന്തെങ്കിലും കൂടുതലായിട്ട് നമ്മൾ ചെയ്യണമെന്നും എല്ലാം നമുക്ക് മനസ്സിലാക്കാം. Allocation of service area of a new branch to be opened in the block as and when licenses for new branch are issued by the RBI.
അതുപോലെ തന്നെ പുതുതായിട്ടുള്ള സർവീസ് ഏരിയ ബ്രാഞ്ച് നമുക്ക് ഓപ്പൺ ചെയ്യാം. ലൈസൻസ് ന്യൂ ബ്രാഞ്ചിന് ലൈസൻസ് RBI ഇഷ്യൂ ചെയ്താലും. The committee may hold its meeting at least one in a quarter. കമ്മിറ്റി ക്വാർട്ടറിലായിട്ട് ഒരു ഇയറിൽ ക്വാർട്ടറായിട്ടാണ് എന്ത് ചെയ്യുക, മീറ്റിംഗ് ഹോൾഡ് ചെയ്യുക.